ഹലോ ഗൈസ്, ടെക്നിഗുരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആൻഡ്രോയിഡ് ആപ്പ് സീരീസിന്റെ നെക്സ്റ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ആപ്പിനകത്ത് സ്പിന്നർ യൂസ് ചെയ്യാം. സ്പിന്നർ എന്തുവാന്ന് വെച്ചാൽ ഈ സംഭവം കണ്ട ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു സെറ്റ് ചെയ്ത് കിട്ടുന്നില്ല, ഇതാണ് സ്പിന്നർ. ഓക്കെ, സോ ഇത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യമേ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. സോ ഞാൻ ഈ ആപ്പിനകത്ത് ആദ്യമേ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി. ഓക്കെ, സോ ഇവിടെ ഞാൻ സ്പിന്നർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച് ഇത് ആക്ടിവിറ്റി 3 പാസ് ചെയ്യും. ഇവിടെയാണ് സ്പിന്നറിന്റെ കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ ഞാൻ ഈ സ്പിന്നർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ ഈ ഓപ്ഷൻസ് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെങ്ങനെ ചെയ്തതെന്ന് കാണിക്കാം. അപ്പം ആക്ടിവിറ്റി 3 എടുത്തു ഗ്രാഫിക്സിനകത്ത് വന്നിട്ട് ഈ ഫോം വിജിറ്റ്സിനകത്ത് സ്പിന്നർ എന്ന് പറഞ്ഞൊരു വിജിറ്റ് ഉണ്ട്. ഇതെടുത്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ID മാർക്ക് ചെയ്ത് വെച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജാവ ഫയലിൽ പോകണം. മെയിൻ ആക്ടിവിറ്റി 3.java. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ലൈനും പിന്നെ ഇത്രയും ലൈനും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെ ഒരു മെനു സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പിന്നർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മുടെ സ്പിന്നർ ID ആയിട്ട് ലിങ്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് എടുക്കണം. ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ലിസ്റ്റ് എടുക്കണം. ലിസ്റ്റ് ഓഫ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ആ ലിസ്റ്റിന്റെ പേരാണെങ്കിൽ ഐറ്റംസ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറേ അഡാപ്റ്റർ. ഇതൊരു ക്ലാസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു അഡാപ്റ്റർ, ഈ അറേ അഡാപ്റ്റർ എന്തുവാന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസിലെ ഡേറ്റയും നമ്മുടെ കയ്യിലുള്ള ഈ സ്പിന്നറിലേക്ക് ഈ ഡേറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. ഓക്കെ, ഇതൊരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യും അറേ അഡാപ്റ്റർ ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫയലിൽ നിന്ന് സിമ്പിൾ സ്പിന്നർ, ഇതൊരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, നമ്മുടെ ഐറ്റവും ആ ഒരു സ്പിന്നറിന്റെ ഫ്രെയിം വർക്കും കൂടെ അതിന്റെ ഡേറ്റാസ് എല്ലാം ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു അഡാപ്റ്റർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ അഡാപ്റ്ററിലേക്ക് നമ്മൾ ഇതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡ്രോപ്പ് ഡൗൺ സ്റ്റൈലിൽ ഇത് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ് ഈ ലൈൻ വെച്ച് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ കോൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പിന്നറിൽ ഇതേപോലെ ഓപ്ഷൻസ് വരും. ഓക്കെ, നമുക്കിനി ഒരു പുതിയ ഓപ്ഷനോട് ആഡ് ചെയ്തിട്ട് നോക്കാം. ഞാനിവിടെ ഇപ്പം എംകോമും കൂടെ ആഡ് ആക്കിയിട്ട് ഞാൻ ഈ ആപ്പ് ഒന്നും കൂടെ റൺ ആക്കുക. എൻ്റെ ആപ്പ് റീലോഡ് ആവും. ഓക്കെ, സോ സ്പിന്നറിന്റെ ആക്ടിവിറ്റി പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ എംകോമും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സ്പിന്നർ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോസും ഇനി മുന്നത്തെ വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിരിക്കും. സോ ഏതെങ്കിലും വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.